ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് ജോഗ്രഫിയാണ്. 9ാം ക്ലാസ്സിലെ പ്രകൃതിയുടെ കൈകളാൽ എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. ഇതിൽ പലതരത്തിലുള്ള ഭൂരൂപങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളെ വിളിക്കുന്നത് ഭൂരൂപീകരണ പ്രക്രിയകൾ എന്നാണ്. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങിയ ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായിട്ട് വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ശക്തികളെ ഭൂരൂപീകരണ സഹായികൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഹിമാനികൾ എന്നാൽ എന്ത് എന്ന് നോക്കാം. മഞ്ഞ് മൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭീമാകാരമായ മഞ്ഞുപാളികൾ താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്നു. ഇപ്രകാരം നീങ്ങുന്ന മഞ്ഞുപാളികളെയാണ് ഹിമാനികൾ എന്ന് വിളിക്കുന്നത്. ഇനി ജിയോമോർഫോളജി അല്ലെങ്കിൽ ഭൂരൂപ രൂപീകരണ ശാസ്ത്രം എന്താണ് എന്ന് നോക്കാം. ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയെയാണ് ഭൂരൂപ രൂപീകരണ ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. ശിലകൾക്ക് ഭൗതികവും രാസികവും ജൈവികവുമായിട്ടുള്ള അപക്ഷയം സംഭവിക്കും. അങ്ങനെ ശിലകൾ പൊടിഞ്ഞ് ശിലാവസ്തുക്കൾ ഉണ്ടാകുന്നു. ഈ ശിലാവസ്തുക്കളെ ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാല, ഹിമാനികൾ മുതലായ ബാഹ്യശക്തികൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകും. ഈ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് അപരദനം അല്ലെങ്കിൽ ഇറോഷൻ. അപരദനം അല്ലെങ്കിൽ ഇറോഷൻ എന്ന് പറയുന്നത് എന്താണ്? ശിലാവസ്തുക്കളെ ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാല, ഹിമാനികൾ മുതലായ ബാഹ്യശക്തികൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോകും. ഈ ഒരു പ്രക്രിയയാണ് അപരദനം എന്ന് വിളിക്കുന്നത്. ഈ വസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഇതിനെ നിക്ഷേപണം അല്ലെങ്കിൽ ഡിപ്പോസിഷൻ എന്നാണ് പറയുന്നത്. ബാഹ്യശക്തികൾ അപരദനത്തിനും നിക്ഷേപണത്തിനും കാരണമാകുന്നു. ബാഹ്യശക്തികളുടെ അപരദനം, നിക്ഷേപണം എന്നീ പ്രക്രിയകളുടെ ഫലമായിട്ട് വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. നമ്മളിനി ആ ഭൂരൂപങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് നദികൾ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങളാണ്. ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവുകളിൽ നിന്ന് നദി ഉത്ഭവിക്കുന്നു. തുടർന്ന് മഴയിലൂടെ ലഭിക്കുന്ന ജലത്താൽ ചെറുചാലുകളായിട്ട് ഒഴുകി ഒന്നു ചേർന്ന് അരുവികളാവുകയും പല അരുവികൾ ചേർന്ന് നദി വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനം എന്നും അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടത്തെ നദീമുഖം എന്നുമാണ് വിളിക്കുന്നത്. അപ്പം നദി പതിക്കുന്ന ഇടം എന്താണ്? നദീമുഖം. അതുപോലെ ഉത്ഭവിക്കുന്ന ഇടത്തെ എന്താണ്? സോഴ്സ് അല്ലെങ്കിൽ പ്രഭവസ്ഥാനം എന്നുമാണ് പറയുന്നത്. ജലത്തിൻ്റെ അളവ്, ശിലാഘടന, പ്രദേശത്തിൻ്റെ ചരിവ്, അവസാദങ്ങളുടെ അളവ് ഇതൊക്കെ നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചരിവിലെ വ്യത്യാസത്തിനനുസരിച്ച് നദീമാർഗത്തെ പൊതുവെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചരിവിലെ വ്യത്യാസത്തിനനുസരിച്ച് നദീമാർഗത്തെ എങ്ങനെയാണ് 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. നദി ഉത്ഭവിക്കുന്ന സ്ഥാനത്ത് നിന്ന് കുത്തനെയുള്ള ചരിവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗമാണ് ഉപരിഘട്ടം എന്ന് പറയുന്നത്. നദി ഉത്ഭവിക്കുന്ന സ്ഥാനത്ത് നിന്ന് കുത്തനെയുള്ള ചരിവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗത്തെയാണ് ഉപരിഘട്ടം എന്ന് പറയുന്നത്. അപരദന പ്രക്രിയയുടെ തീവ്രത കൂടുതലായിട്ട് കാണപ്പെടുന്ന ഘട്ടം ഉപരിഘട്ടമാണ്. ചരിവ് താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെ നദി ഒഴുകുന്ന ഭാഗമാണ് മധ്യഘട്ടം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ നദിയുടെ വേഗം കുറയുന്നതുകൊണ്ട് അപരദന തീവ്രത എന്ന് പറയുന്നത് കുറഞ്ഞ നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പോൾ നദിയുടെ നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? മധ്യഘട്ടമാണ്. സമതല ഭാഗത്തു കൂടിയുള്ള നദിയുടെ ഒഴുക്ക് എന്താണ്? കീഴ്ഘട്ടമാണ്. അവസാദങ്ങൾ നദിയിൽ കൂടുതലായിട്ട് കാണുന്നതിനാലും ഒഴുക്കിൻ്റെ വേഗം കുറവായതുകൊണ്ടും ഈ ഘട്ടത്തിലാണ് നിക്ഷേപണ പ്രവർത്തനം കൂടുതലായിട്ട് നടക്കുക. ഇനി നമുക്ക് ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം ഓരോന്നിൻ്റെയും പോയിന്റ്സ് ആയിട്ട് നമുക്ക് നോക്കാം, പ്രത്യേകതകൾ. ഉപരിഘട്ടം എന്തൊക്കെയാണ്? നദിയുടെ ഉത്ഭവ പ്രദേശമാണ്. കുത്തനെയുള്ള ചരിവിലൂടെ നദി ഒഴുകുന്നു. ശക്തമായ അപരദന പ്രവർത്തനം നടക്കുന്നത് ഉപരിഘട്ടത്തിലാണ്. നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഇല്ല. ഇവിടെ നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഇല്ല. താഴ്വരകൾ, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു. ഇനി മധ്യഘട്ടം അടിവാരത്ത് കൂടി ഒഴുകുന്നു. അപരദനവും നിക്ഷേപണ പ്രവർത്തനങ്ങളും സജീവം.
നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നത് മധ്യഘട്ടത്തിലാണെന്ന് പറഞ്ഞു. മിയാൻഡറുകൾ, ഓസ്ബോ തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു. അപ്പം മിയാൻഡറുകൾ, ഓസ്ബോ തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്ന ഘട്ടം ഏതാണ്? മധ്യഘട്ടമാണ്. താഴ്വരകൾ, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങളോ ഉപരിഘട്ടമാണ്. ഇനി കീഴ്ഘട്ടം. സമതല പ്രദേശത്തു കൂടി ഒഴുകുന്നു. നിക്ഷേപണ പ്രവർത്തനങ്ങൾ സജീവം. പ്രളയ സമതലങ്ങൾ, ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപണ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു. അപ്പം കുറച്ച് സംശയം തോന്നുന്നത് ഏതാണ്? നമുക്ക് ഉപരിഘട്ടം തോന്നാം. താഴ്വരകൾ, വെള്ളച്ചാട്ടം ഈ ഭൂരൂപങ്ങളൊക്കെ കാണപ്പെടുന്നത് ഉപരിഘട്ടത്തിലാണ്. അതുപോലെ മിയാൻഡറുകൾ, ഓസ്ബോ തടാകങ്ങളൊക്കെ കാണപ്പെടുന്നത് മധ്യഘട്ടത്തിലാണ്. ഓർത്തിരിക്കുക. നദിയുടെ ഉത്ഭവം മുതൽ പതനം വരെയുള്ള സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. നദിയുടെ ഓരോ ഘട്ടത്തിലും രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. നദിയുടെ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങളും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങളെ പറ്റിയുമാണ് നമ്മളിനി പറയുന്നത്. ഒഴുക്കിൻ്റെ വേഗം, ഒഴുകുന്ന പ്രദേശത്തെ ചരിവ്, ശിലാഘടന എന്നിവയാണ് നദിയുടെ അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നദി ഒഴുക്കിക്കൊണ്ടു പോകുന്ന ചരല്, മണല്, ഉരുളൻ കല്ലുകൾ തുടങ്ങിയ ശിലാപദാർത്ഥങ്ങൾ അടിത്തട്ടിലും ഇരുവശങ്ങളിലുമുള്ള ശിലകളിൽ ഉരസുന്നു. അതുമൂലം പാറകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നതിനും കാരണമാകും. ഇപ്രകാരം ഉള്ള അപരദനത്തെ അപകർഷണം എന്നാണ് പറയുക. അപ്പം ചരല്, മണല്, ഉരുളൻ കല്ലുകളൊക്കെയാണ് നദി ഒഴുക്കിക്കൊണ്ട് വരുന്ന ശിലാപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇത് അടിത്തട്ടിൽ ഇരുവശങ്ങളിലുമുള്ള ശിലകളിലൊക്കെ ഉരസുന്നു. അതുമൂലം ആ പാറകൾക്കൊക്കെ തേയ്മാനം ഉണ്ടാകുന്നു. അങ്ങനെ ഇപ്രകാരം ഉള്ള അപരദനത്തെ എന്താണ് പറയുന്നത്? ഇപ്രകാരം നടക്കുന്ന അപരദനത്തെ പറയുന്നത് അപകർഷണം എന്നാണ്. അബ്രേഷൻ അല്ലെങ്കിൽ കൊറാഷൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ഒഴുകുന്ന പ്രദേശത്തെ കഠിനശിലകളെ പോലും മിനുസപ്പെടുത്തുന്നതിന് അപകർഷണം എന്ന പ്രവർത്തനത്തിലൂടെ നദികൾക്ക് സാധിക്കുന്നു. ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നദിയുടെ അടിത്തട്ടിലെ അപരദനവും അതുപോലെ വശങ്ങളിലെ അപരദനവുമാണ് കാണിച്ചിട്ടുള്ളത്. ഒഴുക്കിൻ്റെ വേഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് ശക്തമാകുന്ന അപരദന പ്രക്രിയയുടെ ഫലമായിട്ട് നദികളുടെ ആഴം വർദ്ധിക്കും. നദിയുടെ അടിത്തട്ടിൽ അപരദനം തീവ്രമാകുന്നതോടെ താഴ്വരകൾക്ക് പ്രത്യേക രൂപം കൈവരും. ഇത്തരത്തിൽ രൂപം കൊണ്ട ഒരു താഴ്വരയാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനെ വി രൂപ താഴ്വരകൾ എന്നാണ് വിളിക്കുന്നത്. വി രൂപ താഴ്വരകൾ എങ്ങനെയാണ്? നദിയുടെ അപരദന ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് വി രൂപ താഴ്വരകൾ. നദിയുടെ അപരദന നിക്ഷേപണ ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് നദീജന്യ ഭൂരൂപങ്ങൾ അല്ലെങ്കിൽ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ്. അതിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനിയൊരു ചിത്രം കൊടുത്തിട്ടുള്ളത് വെള്ളച്ചാട്ടത്തിൻ്റെയാണ്. നദിയുടെ അപരദന ഫലമായിട്ട് സാധാരണയായിട്ട് ഉപരിഘട്ടത്തിലാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നത്. കഠിനവും മൃദുവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന താഴ്വരകളിൽ മൃദുശിലകൾ കൂടുതൽ അപരദന വിധേയമാകുന്നു. മൃദുവായിട്ടുള്ള ശിലകൾക്കാണ് കൂടുതലായിട്ട് അപരദനം സംഭവിക്കുന്നത്. ഇത് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഉപരിഘട്ടം പിന്നിടുന്നതോടെ നദിയുടെ അടിത്തട്ടിലേക്കുള്ള അപരദന തോത് കുറയുന്നു. എന്നാൽ വശങ്ങളിലേക്കുള്ള അപരദനം ശക്തമാകുന്നു. ഉപരിഘട്ടത്തിൽ നദിയുടെ അടിത്തട്ടിലാണ് കൂടുതലായിട്ട് അപരദനം നടക്കുന്നത്. താരതമ്യേന ചരിവ് കുറഞ്ഞ പ്രദേശത്തു കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നു. ഇത്തരത്തിൽ വളഞ്ഞൊഴുകുന്ന ഒരു നദീഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നദീമാർഗത്തിൽ കാണപ്പെടുന്ന ഇത്തരം വളവുകളെ വലയങ്ങൾ അഥവാ മിയാൻഡറുകൾ എന്നാണ് പറയുന്നത്. മിയാൻഡേഴ്സ് എന്ന് പറയുന്നു. അപ്പം ഈ രൂപത്തിൽ കാണപ്പെടുന്ന നദികൾ നദികളുടെ ഭൂരൂപങ്ങളെ പറയുന്നത് മിയാൻഡേഴ്സ് എന്നാണ്. വലിയ നദികളുടെ മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും മിയാൻഡറുകൾ രൂപം കൊള്ളാറുണ്ട്. പ്രധാനമായിട്ടും മധ്യഘട്ടത്തിലാണ് മിയാൻഡറുകൾ രൂപം കൊള്ളുന്നത്. തുടർന്നുള്ള അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് വലയങ്ങൾക്കുണ്ടാകുന്ന രൂപമാറ്റം ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് താഴെ. തുടർച്ചയായിട്ടുള്ള അപരദന നിക്ഷേപണ പ്രക്രിയകളിലൂടെ വലയങ്ങൾ കൂടുതൽ വളയുകയും തുടർന്ന് നദി നേർഗതി സ്വീകരിക്കുകയും ചെയ്യുന്നു. അതാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. വളഞ്ഞൊഴുകിയ ഭാഗം നിക്ഷേപണത്തിലൂടെ നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങൾ രൂപപ്പെടുന്നു. മഴക്കാലത്ത് നദികൾ കര കവിഞ്ഞൊഴുകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.
നദി ഒഴുകുന്ന ചാലിൻ്റെ ഇരുകരകളിലേക്കും ഏറെ ദൂരത്തോളം പ്രളയജലം എത്തുന്നു. ഇങ്ങനെ പ്രളയബാധിതമാകുന്ന ഇരുകരകളിലും എക്കൽ നിക്ഷേപിച്ച് സമതലങ്ങൾ രൂപപ്പെടുന്നു. അപ്പോൾ അതിനെയാണ് പ്രളയ സമതലങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം സമതലങ്ങളെ എന്താണ് പ്രളയ സമതലങ്ങൾ എന്നാണ് പറയുന്നത്. ലോകപ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തത് ഇത്തരം പ്രളയ സമതലങ്ങളിലാണ്. കൃഷിക്ക് ഏറെ അനുയോജ്യമായ സമതലങ്ങളാണ് ഈ എക്കൽ സമതലങ്ങളൊക്കെ. നമുക്ക് ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങൾ നോക്കാം. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഉത്തരേന്ത്യൻ സമതലങ്ങൾ ലോകത്തെ വിസ്തൃതമായ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ്. സിന്ധു സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ട് കാണപ്പെടുന്ന ഈ സമതല പ്രദേശത്തിൻ്റെ ഏറ്റവും വിസ്തൃതമായ ഭാഗം ഗംഗാ സമതലമാണ്. ഗോതമ്പ്, ചോളം, പയർവർഗ്ഗങ്ങൾ, കരിമ്പ്, ചണം മുതലായ വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നു. അപ്പം ഗോതമ്പ്, ചോളം, പയർവർഗ്ഗങ്ങൾ, കരിമ്പ്, ചണം ഇതൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്ന വിളകൾ. ഇന്ത്യയുടെ ജനസംഖ്യയുടെ നല്ലൊരു പങ്ക് അധിവസിക്കുന്ന ഈ പ്രദേശം ഉത്തരേന്ത്യൻ നദികളുടെ നിക്ഷേപണ ഭൂപ്രദേശമാണ്. ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും അതുപോലെ സിന്ധുവിൻ്റെയൊക്കെ സമതലമാണ് ഇതൊക്കെ. ഇനി പോഷക നദിയും കൈവഴിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. പോഷക നദി എന്ന് വെച്ചാൽ എന്താണ്? ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികളെയും നീർച്ചാലുകളെയുമാണ് പോഷക നദികൾ എന്ന് വിളിക്കുന്നത്. അപ്പം നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികൾ അതുപോലെ നീർച്ചാലുകൾ അതിനെയൊക്കെയാണ് പോഷക നദികൾ എന്ന് പറയുന്നത്. ആ നദിയെ എന്താണ് പോഷിപ്പിക്കുകയാണ്. അപ്പം എന്താണ് അത് പോഷക നദികൾ, ട്രൈബ്യൂട്ടറീസ്. ഇനി കൈവഴി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറീസ് എന്താണ്? നദീമുഖത്തോട് അടുക്കുമ്പോൾ വൻതോതിലുള്ള അവസാന നിക്ഷേപണം, ചരിവിൻ്റെ അഭാവം എന്നിവയുടെ ഫലമായിട്ട് നദികൾ പലതായിട്ട് വേർപിരിഞ്ഞ് ഒഴുകാറുണ്ട്. അപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോകുന്നതിനെയാണ് എന്താണ് പിരിഞ്ഞൊഴുകുന്നതിനെയാണ് കൈവഴികൾ എന്ന് പറയുന്നത്. ചെറിയ ചെറിയ നദികളായിട്ട് മാറും. ഇനി നമ്മൾ നോക്കുന്നത് നദിയുടെ വേറൊരു ഭൂരൂപമായിട്ടുള്ള ഡെൽറ്റയാണ്. ഡെൽറ്റയുടെ ചിത്രമാണ് അവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിച്ചിട്ട് ഉണ്ടാകുന്ന ത്രികോണ സമാനമായിട്ടുള്ള ആകൃതിയിലുള്ള ഭൂരൂപത്തെയാണ് ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. അപ്പം നദിയുടെ നിക്ഷേപണ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ്? ത്രികോണ ആകൃതിയിലാണ്. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിനോട് സാമ്യമുള്ള രൂപമായതിനാലാണ് ഇതിനെ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ഈ ഭൂരൂപത്തെ ഡെൽറ്റ എന്ന് വിളിക്കുന്നത് ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റയോട് സാമ്യമുള്ളതുകൊണ്ടാണ്. ഇനി സുന്ദരവനത്തിലെ സുന്ദരികൾ നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം ഏതാണ്? പശ്ചിമ ബംഗാളിലെ സുന്ദരവനമാണ്. സുന്ദരവനം എന്ന് പറയുന്നത് ഒരു ഡെൽറ്റ പ്രദേശമാണ്. അത് പശ്ചിമ ബംഗാളിലാണുള്ളത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ്. ഈ ഡെൽറ്റ പ്രദേശം ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ്. സുന്ദരി എന്ന കണ്ടൽ വർഗ സസ്യങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുന്ദരവനം എന്ന് ഇത് അറിയപ്പെടുന്നു. കണ്ടൽ കാടുകൾ നിറഞ്ഞ ഇവിടം ഇന്ത്യയിലെ ഒരു പ്രധാന ജൈവ വൈവിധ്യ മേഖലയാണ്. ഭൗമ ഉപരിതല നീരൊഴുക്കിൻ്റെ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങളാണ് നമ്മൾ നോക്കിയത്. ഉപരിതല നീരൊഴുക്കിൻ്റെ ഒരു ഭാഗം മണ്ണിലടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭ ജലമായിട്ട് മാറുന്നുണ്ട്, ഗ്രൗണ്ട് വാട്ടറായിട്ട് മാറുന്നുണ്ട്. ഒട്ടുമിക്ക വസ്തുക്കളെയും അലിയിച്ച് ചേർക്കാൻ കഴിവുള്ള ജലം ശിലകളിലൂടെ ഒഴുകുമ്പോൾ ശിലകളിലെ ചില ധാതുക്കൾ ജലത്തിൽ അലിഞ്ഞു ചേരുന്നുണ്ട്. ഈ പ്രവർത്തനം ലയനം, സൊല്യൂഷൻ എന്ന് അറിയപ്പെടുന്നു. ഭൂഗർഭ ജലത്തിൻ്റെ അപരദന പ്രവർത്തനവും തുടർന്നുള്ള ഭൂരൂപീകരണവും ലയന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അത് എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് നമ്മളിനി നോക്കുന്നത്. ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്ന മഴവെള്ളം, ചുണ്ണാമ്പ് കല്ല് പോലുള്ള ശിലകളിൽ പതിക്കുമ്പോൾ എന്താണ്? അവ വളരെ എളുപ്പം ജലത്തിൽ ലയിക്കും. ആയതിനാൽ ഭൂഗർഭ ജലത്തിൻ്റെ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങൾ മുഖ്യമായും ചുണ്ണാമ്പ് ശിലാപ്രദേശങ്ങളിലാണ് കാണാറുള്ളത്. ഇത്തരം ഭൂസവിശേഷതകളെ പൊതുവെ കാസ്റ്റ് ഭൂപ്രകൃതി, കാസ്റ്റ് ടോപ്പോഗ്രഫി എന്നാണ് വിളിക്കുന്നത്. ചുണ്ണാമ്പ് ശിലാഭാഗങ്ങൾ ഭൂഗർഭ ജലവുമായിട്ട് ലയിക്കുന്നതിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട ഒരു ഗുഹയിലെ ചിത്രമാണ് അവിടെ കാണിച്ചിട്ടുള്ളത്.
ജലവുമായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ടാകുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് തുള്ളികളായിട്ട് വീഴുന്നു. അവിടെ കാണിച്ചിട്ടുണ്ട് താഴേക്കൊരു രൂപം വന്നേക്കുന്നത്. ഇപ്രകാരം താഴേക്ക് വീഴുന്ന മിശ്രിതത്തിൻ്റെ കുറച്ചു ഭാഗം ഗുഹയുടെ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കും. ഈ പ്രക്രിയ ഏറെക്കാലം തുടരുന്നതിൻ്റെ ഫലമായിട്ട് ചുണ്ണാമ്പ് നിക്ഷേപ രൂപങ്ങൾ താഴേക്ക് വളരുന്നതായിട്ട് കാണാം. അപ്പോൾ താഴേക്ക് ഇത് വളർന്ന് ഒരു ഭൂരൂപം ഉണ്ടാകും. അതാണ് സ്റ്റാലക്ടൈറ്റുകൾ എന്ന് പറയുന്നത്. സ്റ്റാലക്ടൈറ്റുകൾ എന്ന് പറയുന്നത് ഗുഹയുടെ മുകളിൽ നിന്ന് താഴേക്ക് മുള്ളുപോലെ കൂർത്ത് വരുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ്. ഇനി ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് തുള്ളിയായിട്ട് വീഴുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ അടിത്തറയിൽ വീഴുമ്പോൾ അവിടെ അടിഞ്ഞുകൂടുന്ന ചുണ്ണാമ്പ് നിക്ഷേപം താഴെ നിന്ന് മുകളിലേക്കായിരിക്കും വളരുക. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് സ്റ്റാലഗ്മൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പം മുകളിൽ നിന്ന് താഴേക്കുള്ളത് എന്താണ്? സ്റ്റാലക്ടൈറ്റുകളാണ്. താഴെ നിന്ന് മുകളിലേക്കുള്ള ഭൂരൂപം എന്താണ്? സ്റ്റാലഗ്മൈറ്റുകളാണ്. സ്റ്റാലക്ടൈറ്റുകളും സ്റ്റാലഗ്മൈറ്റുകളും കൂടുതൽ വളരുന്നതിലൂടെ അവ പരസ്പരം കൂടിച്ചേരും. അങ്ങനെ എന്താണ്? പില്ലേഴ്സ് രൂപം കൊള്ളും, സ്തംഭങ്ങൾ രൂപം കൊള്ളും. ഇതിൻ്റെ ഒരു ചിത്രം നല്ല വ്യക്തമായിട്ട് കൊടുത്തതാണ് ഇത്. സ്തംഭങ്ങൾ കാണാം, സ്റ്റാലക്ടൈറ്റുകൾ കാണാം, സ്റ്റാലഗ്മൈറ്റുകൾ കാണാം. മുകളിൽ നിന്ന് താഴേക്കുള്ള ആ കൂർത്തിരിക്കുന്ന രൂപങ്ങളാണെന്ത്? സ്റ്റാലക്ടൈറ്റുകൾ. താഴെ നിന്നുള്ളത് സ്റ്റാലഗ്മൈറ്റുകൾ. പിന്നെ ചുണ്ണാമ്പ് സ്തംഭങ്ങളും കാണാം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിന് അടുത്ത് ഉള്ള ഗുഹയാണ് ബോറ ഗുഹകൾ എന്ന് പറയുന്നത്. അതെന്താണ്? ചുണ്ണാമ്പ് ശില ഗുഹകൾക്ക് ഉദാഹരണമാണ്. തിരമാലകളുടെ അപരദനം, നിക്ഷേപണം എന്നിവയുടെ ഫലമായിട്ട് കടൽത്തീര ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കടൽ തീരങ്ങളിലെ ഭൂരൂപങ്ങളാണ് ഇനി നോക്കുന്നത്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെകുത്തായ കുന്നുകളാണ് കടൽത്തീര ക്ലിഫുകൾ, സീ ക്ലിഫ്സ് എന്ന് പറയുന്നത്. തിരമാലകളുടെ അപരദന ഫലമായിട്ട് കടലിന് അഭിമുഖമായ കരഭാഗം ഇടിഞ്ഞിട്ടാണ് ചെകുത്തായ ഈ രൂപം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല തീരത്ത് കാണുന്ന കടൽത്തീര ക്ലിഫുകളാണ് നമുക്ക് ചിത്രത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. തിരമാലകൾ കടൽത്തീര ശിലകളിൽ ശക്തമായിട്ട് അടിക്കുന്നത് കൊണ്ട് അവയ്ക്ക് തേയ്മാനം സംഭവിക്കും. ഇപ്രകാരം തിരമാലകളുടെ അപകർഷണ ഫലമായിട്ട് കടൽത്തീര ശിലകൾ ഒറ്റപ്പെട്ട തൂണുകളായിട്ട് രൂപപ്പെടും. കടൽത്തീരത്ത് എഴുന്നു നിൽക്കുന്ന തൂണുകൾ പോലുള്ള ഇത്തരം ശിലാരൂപങ്ങളെ സ്തംഭങ്ങൾ, സ്റ്റാക്സ് എന്നാണ് വിളിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കടൽത്തീരത്ത് കാണപ്പെടുന്ന സ്തംഭങ്ങളുടെ ദൃശ്യം താഴെ കൊടുത്തിട്ടുണ്ട്. ഈ തിരമാലകളായുള്ള നിക്ഷേപണത്തിൻ്റെ ഫലമായിട്ട് ബീച്ചുകൾ രൂപം കൊള്ളുന്നു. മണൽ, മിരുസമായ ചരൽ മുതലായവ കടൽത്തീരത്ത് നിക്ഷേപിച്ചിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങളാണെന്ത്? ബീച്ചുകൾ എന്ന് പറയുന്നത്. അപ്പം തിരമാലയുടെ അപരദന നിക്ഷേപണ ഫലമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? ബീച്ചുകൾ, അതുപോലെ സ്തംഭങ്ങൾ, പിന്നെ കടൽത്തീര ക്ലിഫുകൾ. ഇത് 3 ഉള്ളത്. ഇനി നമ്മൾ മരുഭൂമിയിലെ ഭൂരൂപങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് മരുഭൂമികളെ വേറിട്ടതാക്കുന്ന സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഉയർന്ന ഊഷ്മാവ്, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവിടെ കാറ്റ്, അല്ലേ? നിരന്തരമായിട്ട് കാറ്റ് വീശാറുണ്ട് മരുഭൂമിയിൽ. കാരണം എന്താണ്? അവിടെ വൃക്ഷങ്ങളൊന്നുമില്ല. അതുപോലെ വേറെ എന്താണ് പറയാൻ പറ്റുന്നത്? മണൽത്തരികൾ ഉണ്ട്, അല്ലേ? ബാക്കിയുള്ള പ്രദേശങ്ങളിലെ അപേക്ഷിച്ചിട്ട് എന്താണ്? ജലത്തിൻ്റെ സാന്നിധ്യം വളരെ കുറവാണ്. കാറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങൾ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് എന്താണ്? മരുഭൂമികളിലാണ്. കാറ്റ് നിരന്തരമായിട്ട് അവിടെ വീശിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കാറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും ഉള്ളത്. ശക്തമായ കാറ്റിനോടൊപ്പം മരുഭൂമിയിലെ മണൽത്തരികൾ ഇളകിപ്പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? ചുഴറ്റി വീശുന്ന ശക്തമായിട്ടുള്ള കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും. കാറ്റിൻ്റെ ഈ ഒരു അപരദന പ്രവർത്തനത്തെ ഡിഫ്ലേഷൻ എന്നാണ് പറയുന്നത്. മണൽത്തരികളെ ഇളക്കി ചുഴറ്റി വീശി വേറൊരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ് കാറ്റ്. അപ്പോൾ ആ ഒരു അപരദന പ്രവർത്തനത്തെ ഡിഫ്ലേഷൻ എന്നാണ് പറയുന്നത്. മരുഭൂമിയിലെ മണൽക്കാറ്റ് അവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ശക്തമായിട്ട് വീശുന്ന കാറ്റുകൾ വഹിച്ചുകൊണ്ടുവരുന്ന മണൽത്തരികൾ
അതുപോലെ മറ്റു ശിലാപദാർത്ഥങ്ങൾ, ഇതൊക്കെ മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ നിരന്തരമായിട്ട് ആഞ്ഞടിക്കുന്നതിൻ്റെ ഫലമായിട്ട് ശിലകൾക്ക് തേയ്മാനം സംഭവിക്കും. കാറ്റിൻ്റെ ഈ ഒരു അപരദന പ്രവർത്തനം അപഘർഷണം എന്നാണ് അറിയപ്പെടുക. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടായ ഒരു ഭൂരൂപമാണിത്. ശിലയ്ക്ക് എന്താണ് തേയ്മാനം സംഭവിച്ച്, അബ്രേഷൻ സംഭവിച്ച്, അപഘർഷണം സംഭവിച്ചുണ്ടായിട്ടുള്ള ഒരു ഭൂരൂപമാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഭൂരൂപങ്ങളെ എന്താണ് വിളിക്കുന്നത്? കൂൺശിലകൾ അല്ലെങ്കിൽ മഷ്റൂം റോക്സ് എന്നാണ്. കാറ്റിൻ്റെ നിക്ഷേപണ ഫലമായിട്ടാണ് മരുഭൂമികളിൽ മണൽ കൂനകൾ, സാൻഡ് ഡ്യൂൺസ് രൂപം കൊള്ളുന്നത്. അല്ലേ, സാൻഡ് ഡ്യൂൺസ് രൂപം കൊള്ളുന്നത് എന്താണ്? കാറ്റിൻ്റെ നിക്ഷേപണ ഫലമായിട്ടാണ്. ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽക്കൂനകളെ എന്താണ്? ബർക്കനുകൾ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പഠിച്ചത് മരുഭൂമിയിലെ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. ഏതൊക്കെയാണ്? ചന്ദ്രക്കല ആകൃതിയിലിരിക്കുന്ന ബർക്കനുകൾ, കൂണിൻ്റെ ആകൃതിയിലിരിക്കുന്ന കൂൺ ശിലകൾ അല്ലെങ്കിൽ മഷ്റൂം റോക്സ്, പിന്നെ സാൻഡ് ഡ്യൂൺസ് ഒക്കെയാണ്. ഇനി മഞ്ഞ് മലകളിലെ നമുക്ക് നോക്കാം. വർഷങ്ങൾ നീണ്ട മഞ്ഞു വീഴ്ചയിലൂടെയാണ് ഇത്തരം മഞ്ഞു പാടങ്ങൾ രൂപം കൊള്ളുന്നത്. അവിടെ കാണിച്ചിട്ടുണ്ട് മഞ്ഞു പാടങ്ങൾ. അനേകം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും കിലോമീറ്ററുകളോളം കനവും അത്യധികം ഭാരവുമുള്ള ഭീമാകാരമായിട്ടുള്ള മഞ്ഞുമലകൾ രൂപം കൊള്ളുന്ന ഇടങ്ങളിൽ നിന്ന് സാവധാനം താഴ്വാരങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. ഇപ്രകാരം ചലിക്കുന്ന മഞ്ഞ് പാളികളാണ് ഹിമാനികൾ എന്ന് അറിയപ്പെടുന്നത്, ഗ്ലേഷ്യേഴ്സ് എന്ന് വിളിക്കുന്നത്. മഞ്ഞുപാളികൾ നീങ്ങുമ്പോൾ അവിടങ്ങളിലെ പാറക്കഷ്ണങ്ങളും മണ്ണും മറ്റു പദാർത്ഥങ്ങളും ഒപ്പം നീക്കിക്കൊണ്ടു പോകും. ഹിമാനിയുടെ അടിത്തട്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാറക്കഷ്ണങ്ങൾ അവ സഞ്ചരിക്കുന്ന പ്രതലങ്ങളെ എന്താണ്? ഉരച്ച് മിനുസപ്പെടുത്തും. ഇത് വിവിധ തരം ഹിമാനീയ അപരദന ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകും. ഹിമാനികളുടെ പ്രവർത്തന ഫലമായിട്ട് ഭൂരൂപങ്ങൾ ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിലും ധ്രുവപ്രദേശങ്ങളിലുമാണ് സാധാരണയായിട്ട് കാണപ്പെടുക. ഹിമാനികളുടെ അപരദന ഫലമായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള താഴ്വരകൾ രൂപം കൊള്ളുന്നുണ്ട്. ചാരു കസേരയുടെ രൂപത്തിലുള്ള ഇത്തരം താഴ്വരകളെ സിർക്കുകൾ എന്നാണ് വിളിക്കുക. അവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് 4.2.6 എന്താണ്? സിർക്കുകൾ കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? ഹിമാനികളുടെ അപരദന ഫലമായിട്ടാണ് താഴ്വരകൾ ആണ് രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ താഴ്വരകളുടെ പ്രത്യേകത എന്താണ്? ചാരു കസേരയുടെ രൂപത്തിലുള്ള താഴ്വരകളാണ്. അപ്പോൾ ചാരു കസേരയുടെ രൂപത്തിലുള്ള താഴ്വരകളെ എന്നാണ്? സിർക്കുകൾ എന്നാണ് വിളിക്കുന്നത്. ഇനി താഴ്വരകളിലൂടെ ഹിമാനികൾ കടന്നു പോകുമ്പോൾ അപരദന നിമിത്തം പൊതുവെ നിരപ്പായ അടിത്തട്ടും ചെകുത്തായ വശങ്ങളുമുള്ള യു രൂപ ഹിമതാഴ്വരകൾ രൂപം കൊള്ളുന്നുണ്ട്. അപ്പോൾ അത് അവിടെ കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് യു രൂപ താഴ്വര. ഹിമാനികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ ഹിമതാഴ്വരയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഈ നിക്ഷേപ ഭൂരൂപങ്ങളെയാണ് മൊറൈനുകൾ എന്ന് വിളിക്കുന്നത്. അവിടെ കാണിച്ചിട്ടുണ്ട്. അഗ്രഭാഗ മൊറൈനുകൾ കാണിച്ചിട്ടുണ്ട്, മധ്യഭാഗ മൊറൈനുകളുണ്ട്, അതുപോലെ പാർശ്വഭാഗ മൊറൈനുകൾ. അപ്പം ഏതെല്ലാം ഭാഗങ്ങളിലായിട്ടാണ് നിക്ഷേപിച്ചിരിക്കുന്നത്? താഴ്വരയുടെ ഏതെല്ലാം ഭാഗങ്ങളിലായിട്ടാണ് മൊറൈനുകൾ രൂപം കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ്? താഴ്വരയുടെ പാർശ്വങ്ങളിലുണ്ട്, മധ്യഭാഗത്തുണ്ട്, അഗ്രഭാഗത്തുണ്ട്. അപ്പം ഹിമാനിയുടെ നിക്ഷേപണ ഫലമായിട്ടും അപരദന ഫലമായിട്ടുമൊക്കെ രൂപം കൊണ്ട ഭൂരൂപങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? മൊറൈനുകൾ, അതുപോലെ ചാരു കസേരകളുടെ രൂപത്തിലുള്ളത് എന്താണ്? സിർക്കുകൾ ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നോക്കുന്നത് അപരദന ഫലമായിട്ട് ഉയർന്ന പ്രദേശങ്ങൾ നിരപ്പാക്കപ്പെടുകയും നിക്ഷേപണ ഫലമായിട്ട് താഴ്ന്ന പ്രദേശങ്ങൾ നികത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഉയർന്ന പ്രദേശങ്ങളെ നിരപ്പാക്കുന്നുണ്ട്, അതുപോലെ നിക്ഷേപണ ഫലമായിട്ട് താഴ്ന്ന പ്രദേശങ്ങളെ നികത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് പ്രവർത്തനങ്ങളും എന്താണ്? ഭൗമോപരിതലത്തെ നിരപ്പാക്കുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്താണ്? നിരപ്പാക്കൽ പ്രക്രിയ അല്ലെങ്കിൽ ഗ്രേഡേഷൻ പ്രോസസ്സ് എന്നാണ് വിളിക്കുന്നത്. വിവിധ ബാഹ്യശക്തികളുടെ പ്രവർത്തന ഫലമായിട്ട് ഭൗമോപരിതലത്തിന് നിരന്തര രൂപമാറ്റം സംഭവിക്കുന്നുണ്ട്. ഇവയിൽ ചില മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് നടക്കുന്നു, എന്നാൽ ചിലതെന്താണ്? സാവധാനമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ വിവിധ തരം ഭൂരൂപങ്ങൾ പഠിച്ചു. നദികൾ, അതുപോലെ കാറ്റ്, പിന്നെന്താണ് പഠിച്ചത്? ഹിമാനികൾ. ഇതിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് പ്രധാനമായിട്ടും നോക്കിയത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.